This is module 4 part 2, the continuation of national income. So in this module, in this class, mainly we discuss various concepts in national income. So what are the concepts that we study in this module about national income? അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്. So one concept is factor income and transfer income. Examination point of view അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. What is factor income and what is transfer income? See, we know that there are 4 factors of production: land, labor, capital and entrepreneurship. When you supply the services of these factors, you will get a payment. Or in short, we can say factor income is the income received for supplying a factor service. നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫാക്ടർ സർവീസ്, ഫോർ എക്സാമ്പിൾ ലേബർ, നമ്മൾ മറ്റൊരാൾക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്കതിന് പകരമായിട്ട് എന്ത് കിട്ടും? ഇൻകം കിട്ടും, വേജസ് കിട്ടും. ദാറ്റ് ഈസ് എ ഫാക്ടർ ഇൻകം ഓർ ഫാക്ടർ പേയ്മെൻറ്റ്. അപ്പോൾ നമുക്ക് വെറുതെ കിട്ടുന്നതല്ല ഫാക്ടർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ വി ആർ സപ്ലൈയിങ് എ ഫാക്ടർ സർവീസ്. ഇപ്പം നമ്മൾ നമ്മുടെ വീട് മറ്റൊരാളിന് ഉപയോഗിക്കാൻ കൊടുക്കുന്നു. സോ വി വിൽ ഗെറ്റ് റെൻറ്റ്, ദാറ്റ് ഈസ് ഓൾസോ എ ഫാക്ടർ ഇൻകം. ഓർ if you are lending money to others, you will get interest, that is also factor income. If you are an entrepreneur, then you will get profit, that is also a factor income. So factor incomes are rent, interest, wages and profit. These are the 4 factor incomes. ഇപ്പോൾ ഫാക്ടർ ഇൻകംസ് എന്ന് പറയുമ്പോൾ ഇത് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ, മറ്റൊന്നും നമ്മൾ എടുക്കില്ല. സോ ദാറ്റ് ഈസ് ഫാക്ടർ ഇൻകം. And when a factor payment is made, something is produced there, either a product or a service. ഇപ്പം നമ്മൾ നമ്മുടെ ലേബർ സപ്ലൈ ചെയ്യുന്നു. ലേബർ സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നു. നമ്മൾ ജോലി ചെയ്താൽ അതിന് എന്തുണ്ടാവും? ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. അവിടെ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഒന്നുകിൽ ഒരു സർവീസ് ആകാം, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആവാം. സോ വെൻ എ ഫാക്ടർ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്, ദർ ഈസ് ആൻ ഔട്ട്പുട്ട്. ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. And it is added to national income. So all factor incomes are a part of national income, or we add only factor incomes to national income. അപ്പം നമ്മൾ നാഷണൽ ഇൻകത്തിൽ ഈ ഫാക്ടർ ഇൻകംസ് മാത്രമേ ആഡ് ചെയ്യുള്ളൂ. അപ്പം അത് ഫാക്ടർ ഇൻകംസ് എല്ലാം നാഷണൽ ഇൻകത്തിൻ്റെ ഭാഗമാണ്. ദെൻ വാട്ട് ആർ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഓർ ട്രാൻസ്ഫർ ഇൻകം? ഈ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ യൂണിലാറ്ററൽ പേയ്മെൻറ്റ്സ്. യൂണിലാറ്ററൽ മീൻസ് വൺ സൈഡഡ് പേയ്മെൻറ്റ്സ്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ദി ഗവൺമെൻറ് ഈസ് പേയിങ് അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ്. അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ്, ഈ തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പം ഗവൺമെൻറ് അങ്ങോട്ട് കൊടുക്കുന്നു, തിരിച്ചിവർ ഗവൺമെൻറ്റിന് തിരികെ ഒന്നും കൊടുക്കുന്നില്ല. സോ ദാറ്റ് ഈസ് എ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. അതൊരു വൺ സൈഡഡ് പേയ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ സപ്പോസ് വി ആർ ഗിവിങ് എ ഡൊണേഷൻ ടു ചാരിറ്റി, ദാറ്റ് ഈസ് ഓൾസോ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഓർ ട്രാൻസ്ഫർ ഇൻകം. ഇനിയും സപ്പോസ് യു ആർ ഗെറ്റിംഗ് സം മണി ഫ്രം യുവർ പേരൻസ്. നിങ്ങളുടെ പേരൻസിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് പണം കിട്ടുന്നു, ദാറ്റ് ഈസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്. അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ്, ഓൾഡ് ഏജ് പെൻഷൻ, വിഡോ പെൻഷൻ, ഇങ്ങനെയുള്ളതെല്ലാം ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. എല്ലാം വൺ സൈഡഡ് ആണ്. വെൻ സച്ച് എ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ്, നത്തിങ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അവിടെ ഒന്നിൻ്റെയും പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം. നമുക്ക് കിട്ടുന്ന ട്രാൻസ്ഫർ ഇൻകംസ് ഒന്നും നാഷണൽ ഇൻകത്തിൻ്റെ ഭാഗമല്ല. Even suppose you are winning a lottery and you are getting some prize money, that is also a kind of transfer payment. It is not factor payment. So that is not added to national income. And another thing, tax is a compulsory transfer payment. Tax എന്ന് പറയുന്നത് factor payment അല്ല, transfer payment ആണ്.
ഇപ്പം നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നു. യു ആർ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ് ഇൻ റിട്ടേൺ ഫ്രം ദി ഗവൺമെൻറ്. നമ്മൾ വെറുതെ ഗവൺമെൻറ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അതൊരു കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. The next stage, suppose the government is using that money to build roads, bridges or schools, hospital, etc. That is a different thing. ടാക്സ് കൊടുക്കുന്ന ആളിന് ആ ഒരു മൊമെൻറ്റിൽ ഗവൺമെൻറ്റിൽ നിന്ന് തിരിച്ചൊന്നും കിട്ടുന്നില്ല. സോ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ടാക്സ് ഈസ് എ കമ്പൽസറി ട്രാൻസ്ഫർ പേയ്മെൻറ്റ്. ദെൻ അനദർ കൺസെപ്റ്റ് ഈസ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് ഫൈനൽ ഗുഡ്സ്. ഈ കൺസെപ്റ്റ് എല്ലാം നമ്മുടെ നാഷണൽ ഇൻകത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സും ഫൈനൽ ഗുഡ്സും. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് അതർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസ് മറ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ എ ഫാക്ടറി, ഇറ്റ് ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് ഗുഡ്. ദെൻ ഫ്യൂവൽ, ദാറ്റ് ഈസ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്. അപ്പോൾ ഇതെല്ലാം ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ഇതെല്ലാം ട്രാൻസ്പോർട്ടേഷൻ, ദാറ്റ് ഈസ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്. അപ്പോൾ ഇതെല്ലാം മറ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് അത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആണ്. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആർ നോട്ട് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം ഓർ GDP. അപ്പം നമ്മൾ ഈ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ നാഷണൽ ഇൻകത്തിൽ അല്ലെങ്കിൽ GDPയിൽ നമ്മൾ ആഡ് ചെയ്യില്ല. കാരണം ഈ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ്. അപ്പോൾ നമ്മൾ ഫൈനൽ ഗുഡ്സിൻ്റെ വാല്യൂ മാത്രമേ നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യുള്ളൂ. സോ വാട്ട് ഈസ് ഫൈനൽ ഗുഡ്സ്? ഗുഡ്സ് വിച്ച് ആർ റെഡി ഫോർ കൺസംഷൻ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. കൺസംഷന് വേണ്ടിയോ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയോ തയ്യാറായിരിക്കുന്ന ഗുഡ്സ്. ദേ ആർ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഫുഡ്, ക്ലോത്തിങ്, ഇങ്ങനെയുള്ളതെല്ലാം എന്താണ്, ഫൈനൽ ഗുഡ്സ് ആണ്. ദേ ആർ ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. അതിനി ഫർദർ പ്രോസസ്സിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെയുള്ള ഗുഡ്സാണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഗുഡ് എന്ന് പറയുമ്പോൾ മെഷീനറി, ഇറ്റ് ഈസ് എ ഫൈനൽ ഗുഡ്. ഓർ എ ബിൽഡിംഗ്, ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുഡ് ആൻഡ് ഇറ്റ് ഈസ് എ ഫൈനൽ ഗുഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ദി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആർ ആഡഡ് ടു ദി നാഷണൽ ഇൻകം ഓർ GDP. അപ്പോൾ ഇതിൻ്റെ വാല്യൂ മാത്രമേ നമ്മൾ നാഷണൽ ഇൻകത്തിൽ അല്ലെങ്കിൽ GDPയിൽ ആഡ് ചെയ്യുള്ളൂ. ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ നമ്മൾ ആഡ് ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്. ഈ ഫൈനൽ ഗുഡ്സിൻ്റെ വാല്യൂവിനകത്ത് അതിനുവേണ്ടി ഉപയോഗിച്ച ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ദാറ്റ് ഈസ് വൈ വി ആർ നോട്ട് ആഡിങ് ദി വാല്യൂ ഓഫ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്. ദെൻ അനദർ ക്ലാസിഫിക്കേഷൻ ഈസ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സ്. ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ കൺസംഷൻ പർപ്പസ് ആർ കോൾഡ് കൺസ്യൂമർ ഗുഡ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫുഡ്, ക്ലോത്തിങ്, എക്സെട്ര, ദേ ആർ കൺസ്യൂമർ ഗുഡ്സ്. ആൻഡ് ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് അതർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ കോൾഡ് ക്യാപിറ്റൽ ഗുഡ്സ്. അപ്പം മറ്റു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗുഡ്സ്, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെഷീനറി. അപ്പം മെഷീനറി എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ഗുഡാണ്. ഫുഡ്, ക്ലോത്തിങ്, ഇതുപോലുള്ളതൊക്കെ കൺസ്യൂമർ ഗുഡ്സുമാണ്. Then another concept is stock and flow. Stock is the quantity of a variable measured at a point of time. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു വേരിയബിളിൻ്റെ ക്വാണ്ടിറ്റി, അതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് എ വേരിയബിൾ മെഷേർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഫോർ എക്സാമ്പിൾ, ദി സ്റ്റോക്ക് ഓഫ് വാട്ടർ ഇൻ എ റിസർവോയർ. ഇപ്പോൾ റിസർവോയറിലുള്ള വാട്ടറിൻ്റെ ലെവൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എടുക്കുന്നു. ദാറ്റ് ഈസ് എ സ്റ്റോക്ക്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം പോയിന്റിലാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്, അത് സ്റ്റോക്കാണ്. പക്ഷേ ഈ റിസർവോയറിലേക്ക് ഇപ്പോൾ വന്ന വെള്ളം, അതായത് ഒഴുകി വന്ന വെള്ളം ഫ്രം മോർണിംഗ് 8 AM to 5 PM, ഇറ്റ് ഈസ് എ ഫ്ലോ. ഇറ്റ് ഹാസ് എ ടൈം ഡയമെൻഷൻ. അപ്പോൾ ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ക്വാണ്ടിറ്റി ഓഫ് എ വേരിയബിൾ മെഷേർഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പീരിയഡ് ഓഫ് ടൈമിൽ മെഷർ ചെയ്താൽ അതൊരു ഫ്ലോ വേരിയബിൾ ആണ്, അല്ലെങ്കിൽ ഫ്ലോ ആണ്. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്താൽ അത് സ്റ്റോക്കാണ്.
ഇപ്പോൾ എക്കണോമിക്സിൽ ഇങ്ങനെ സ്റ്റോക്കും ഫ്ലോസും കുറേ വേരിയബിൾസ് ഉണ്ട്. വാട്ട് യു തിങ്ക് അബൌട്ട് ഇൻകം? ഈസ് ഇൻകം എ സ്റ്റോക്ക് വേരിയബിൾ ഓർ എ ഫ്ലോ വേരിയബിൾ? നമുക്കറിയാം ഇൻകം എന്ന് പറയുമ്പോൾ യൂഷ്വലി വി എക്സ്പ്രസ് ഇൻകം ആസ് മന്ത്ലി ഓർ ഇയർലി, ആനുവൽ. അപ്പോൾ അവിടെ എന്തുണ്ട്? ഒരു പീരീഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടൈം ഡയമെൻഷൻ ഉണ്ട്. അതുകൊണ്ട് ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഈസ് എ ഫ്ലോ, ബട്ട് വെൽത്ത് ഓഫ് എ പേഴ്സൺ ഈസ് എ സ്റ്റോക്ക്. ഒരാളുടെ വെൽത്ത് എന്ന് പറയുന്നത് സ്റ്റോക്കാണ്, ഇൻകം എന്ന് പറയുന്നത് ഫ്ലോയാണ്. So in short we can say stock has no time dimension but flow has a time dimension. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്റ്റോക്ക് ആൻഡ് ഫ്ലോയെ കുറിച്ച് ഓർത്തിരിക്കുക. ഒരു 3 മാർക്സ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. Now I explain a few concepts which are not important in the examination point of view. പക്ഷെ നമ്മൾ നാഷണൽ ഇൻകം പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. ഡൊമസ്റ്റിക് ടെറിട്ടറി. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻക്ലൂഡ്സ് ദി ജോഗ്രഫിക്കൽ ഏരിയ. ഇപ്പോൾ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഫ്രം കന്യാകുമാരി ടു കാശ്മീർ, ദി ജിയോഗ്രഫിക്കൽ ഏരിയ, then a portion of the ocean, our air space, our islands, ഇതെല്ലാം നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയുടെ ഭാഗമാണ്. കൂടാതെ സപ്പോസ് അവർ ഷിപ്സ്, ആൻ ഇന്ത്യൻ ഷിപ്പ് ദാറ്റ് ഈസ് ആങ്കേർഡ് ഇൻ അനദർ പോർട്ട്, മറ്റൊരു രാജ്യത്തിൻ്റെ പോർട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന ഇന്ത്യയുടെ ഷിപ്സ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്സ്, ഇതെല്ലാം ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഇതൊന്നുമല്ലാതെ ഡൊമസ്റ്റിക് ടെറിട്ടറി ആയിട്ട് കണക്കാക്കുന്ന മറ്റൊന്നുകൂടെയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതായത് നമ്മുടെ ജോഗ്രഫിക്കൽ ഏരിയ ഞാൻ പറഞ്ഞു, നമ്മുടെ ഷിപ്സ് ആൻഡ് എയർക്രാഫ്റ്റ്സ് പറഞ്ഞു. ഇതൊന്നുമല്ലാതെ ഇനിയും നമ്മുടെ ഡൊമസ്റ്റിക് ഏരിയയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യം കൂടെ, ദാറ്റ് ഈസ് അവർ എംബസീസ് എബ്രോഡ്. നമ്മളുടെ ഇന്ത്യയുടെ മറ്റ് രാജ്യത്തുള്ള എംബസീസ് എല്ലാം, ദേ ആർ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് ഇന്ത്യ. അതേപോലെ ഇന്ത്യയിൽ മറ്റ് രാജ്യങ്ങൾക്കുള്ള അവരുടെ എംബസീസ്, ഫോർ എക്സാമ്പിൾ പാകിസ്ഥാനി എംബസി ഇൻ ഇന്ത്യ, ദാറ്റ് കോമ്പൗണ്ട് ഇറ്റ് ഈസ് ദി ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് പാകിസ്ഥാൻ. ഇന്ത്യ ഗവൺമെൻറ് ഹാസ് നോ റൈറ്റ് ഓവർ ദാറ്റ് കോമ്പൗണ്ട് ഓർ ദാറ്റ് ഏരിയ. അപ്പോൾ അത് മറ്റൊരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയാണ്. നമുക്ക് അവിടേക്ക് കടന്നു കയറാനോ അവിടെയുള്ള ഒരാളിനെ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനോ ഇതിനൊക്കെ അതത്ര ഈസി അല്ല, അല്ലെങ്കിൽ ഇതൊന്നും അലൗഡ് അല്ല. അതൊക്കെ ബൈ ഡിപ്ലോമാറ്റിക് ലോസ് അനുസരിച്ച് അതിനൊക്കെ ഓരോ പ്രോട്ടോക്കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ദി എംബസീസ്, കോൺസുലേറ്റ്സ് ആൻഡ് മിലിറ്ററി ബേസസ് ഓഫ് എ കൺട്രി ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ അനദർ കൺട്രി, ദേ ആർ ഓൾ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് ദി റെസ്പെക്റ്റീവ് കൺട്രീസ്. ഏത് രാജ്യത്തിൻ്റെ ആണോ അത് ആ രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയാണ്. സോ ദാറ്റ് ഈസ് ഡൊമസ്റ്റിക് ടെറിട്ടറി. ഇനി മറ്റൊന്ന് നോർമൽ റെസിഡൻസ് എന്ന് പറയും. നോർമൽ റെസിഡൻസ്. നോർമൽ റെസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇഫ് എ പേഴ്സൺ ലിവ്സ് ഇൻ എ കൺട്രി for 1 year or more, and if he is earning his income from that country, or that means if he is employed in that country, then he is the normal resident of that country. അപ്പോൾ ഒരാൾ 1 വർഷമോ അതിലധികമോ ഒരു രാജ്യത്ത് താമസിക്കുകയും അവിടെ ജോലി ചെയ്യുകയും അല്ലെങ്കിൽ ഇൻകം ഏൺ ചെയ്യുകയും ചെയ്യുമ്പോൾ അയാൾ ആ രാജ്യത്തിൻ്റെ നോർമൽ റെസിഡൻ്റ് ആണ്. They are not, for example, those who are working in Gulf countries or in other foreign countries, ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ളവർ, മറ്റ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, അവർ ഇന്ത്യയുടെ നോർമൽ റെസിഡൻസ് അല്ല. എവിടെയാണോ അവർ ജോലി ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ നോർമൽ റെസിഡൻസ് ആണ്. ബട്ട് ദേ ആർ ഇന്ത്യൻ സിറ്റിസൺസ്, ബട്ട് ദേ ആർ ദി നോർമൽ റെസിഡൻസ് ഓഫ് ദി കൺട്രീസ് ഇൻ വിച്ച് ദേ ആർ വർക്കിംഗ്. അപ്പോൾ ഇതാണ് നോർമൽ റെസിഡൻസ്. പക്ഷേ ഇപ്പോൾ സപ്പോസ് എ student is going out for educational purpose, even if he or she is living there for more than 1 year, they are not considered as the normal residents. അവർ ആ രാജ്യത്തിൻ്റെ നോർമൽ റെസിഡൻ്റ് ആയിട്ട് കണക്കാക്കില്ല.
അപ്പോൾ ഈ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടി പുറത്തു പോകുന്നവർ അവർ ഒരു വർഷത്തിലധികം അവിടെ താമസിച്ചാൽ അവരെ ആ രാജ്യത്തിൻ്റെ നോർമൽ റെസിഡൻസ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ്സ് കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക, ഡൊമസ്റ്റിക് ടെറിട്ടറിയും നോർമൽ റെസിഡൻസും. ഇതും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഈസ് നാഷണൽ ഇൻകം. സി, നാഷണൽ ഇൻകം ഈസ് ഡിഫൈൻഡ് ഡിഫറൻ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു പല ആംഗിളിൽ നിന്നുകൊണ്ട് നാഷണൽ ഇൻകത്തിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഫ്രം ദ ഇൻകം സൈഡ്, ഇറ്റ് ഈസ് ദി സം ടോട്ടൽ ഓഫ് ദി ഫാക്ടർ ഇൻകംസ് റിസീവ്ഡ് ബൈ ദി റെസിഡൻസ് ഓഫ് എ കൺട്രി ഇൻ ദി ഫോം ഓഫ് റെന്റ്, ഇൻട്രസ്റ്റ്, വേജസ് ആൻഡ് പ്രോഫിറ്റ് ഓവർ എ പീരിയഡ് ഓഫ് 1 year. എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്തിലെ നോർമൽ റെസിഡൻസിനെല്ലാം കൂടെ കിട്ടുന്ന ഫാക്ടർ ഇൻകംസ് നമ്മൾ അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് നാഷണൽ ഇൻകം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കാനുണ്ട്. അവിടുത്തെ റെസിഡൻസിൻ്റെ ഇൻകം മാത്രമേ, ഫാക്ടർ ഇൻകം മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ റെന്റ്, ഇൻട്രസ്റ്റ്, വേജസ് ആൻഡ് പ്രോഫിറ്റ് ഇങ്ങനെയുള്ള ഫാക്ടർ ഇൻകംസ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം കൂടെ നമ്മൾ എടുക്കുന്ന ടോട്ടലാണ്, അതിൻ്റെ ഒരു ഫാക്ടർ ഇൻകത്തിൻ്റെ ടോട്ടലാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇൻ സം ബുക്സ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഔട്ട്പുട്ടിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതും ശരിയാണ്. പക്ഷെ നമ്മളൊരു ഇൻകത്തിൻ്റെ സൈഡിൽ നിന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നാഷണൽ ഇൻകത്തിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. സി, ഫ്രം ദി കൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം ഓൺവേർഡ്സ് എവറിത്തിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കിനി അടുത്ത് പഠിക്കുന്ന ഈ കൺസെപ്റ്റുകളെയൊക്കെ ബേസ് ചെയ്തിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുമുണ്ട്. സോ നെക്സ്റ്റ് ഈസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഓർ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഓർ GDP. വാട്ട് ഈസ് GDP? It is the money value of all final goods and services produced within the domestic territory of a country during a financial year. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും മണി വാല്യൂ അത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് GDP എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദിസ് മണി വാല്യൂ? മണി വാല്യൂ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രൈസ്. മണി വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രൈസിനെയാണ്. അപ്പോൾ എല്ലാ പ്രോഡക്ട്സിൻ്റെയും പ്രൈസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് GDP എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദി ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ ഫൈനാൻഷ്യൽ ഇയർ. ഇനിയും അങ്ങോട്ട് നമ്മൾ ഈ ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് ആവശ്യമുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ്. ഗ്രോസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഗ്രോസ് ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത്. ഇനി ഈ ഗ്രോസ് വാല്യൂ തന്നാൽ അതിൽ നിന്ന് നെറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. GDP-യിൽ നിന്ന് NDP എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ഗ്രോസ് കൺസെപ്റ്റ് തന്നാൽ അതിൽ നിന്ന് അതിൻ്റെ നെറ്റായിട്ടുള്ള ഭാഗം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? എന്താണ് ഈ ഗ്രോസും നെറ്റും തമ്മിലുള്ള വ്യത്യാസം? സി, ഇപ്പം നമ്മളൊരു ഇക്കോണമിയിൽ ഒരുപാട് മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. വെൻ യു പ്രൊഡ്യൂസ്, വാട്ട് ഹാപ്പൻസ് ടു ദി മെഷീൻസ്? ദി മെഷീൻസ് വിൽ ഡിപ്രീസിയേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് തേയ്മാനം ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ വാല്യൂ കുറയും. മെഷീൻസിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. എത്രത്തോളമാണോ ഈ മെഷീൻസിൻ്റെ വാല്യൂ കുറയുന്നത് അത് നമ്മൾ GDP-യിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും വെൻ എ ഗ്രോസ് വാല്യൂ ഈസ് ഗിവൺ ആൻഡ് ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ നെറ്റ് വാല്യൂ യു ഹാവ് ടു ഡിഡക്റ്റ് ഡിപ്രീസിയേഷൻ. ഗ്രോസിൽ നിന്ന് നെറ്റ് കണ്ടുപിടിക്കാൻ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക. അത് ഓർത്തിരിക്കുക. ഗ്രോസിൽ നിന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നെറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആ ഗ്രോസ് വാല്യൂവിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. സോ NDP-MB ഈസ് ഈക്വൽ ടു GDP-MB മൈനസ് ഡിപ്രീസിയേഷൻ.
അപ്പം നെറ്റ് തന്നിട്ട് ഗ്രോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ, വി ഹാവ് ടു ആഡ് ഡിപ്രീസിയേഷൻ. നെറ്റ് തന്നിട്ട് ഗ്രോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യുക. ഗ്രോസ് തന്നിട്ട് നെറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യുക. ഡിപ്രീസിയേഷൻ ഈസ് ദ ലോസ് ഇൻ ദി വാല്യൂ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ് ഡ്യൂ ടു വെയർ ആൻഡ് ടിയർ ഡ്യൂറിങ് പ്രൊഡക്ഷൻ. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ മെഷീനറി, ബിൽഡിങ്സ് എക്സെട്ര, ഇതിൻ്റെയൊക്കെ വാല്യൂയിലുണ്ടാകുന്ന തേയ്മാനം, അല്ലെങ്കിൽ ഈ മെഷീനറി പോലെയുള്ള സാധനങ്ങൾക്കുണ്ടാകുന്ന തേയ്മാനം, അതിൻ്റെ വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് കിട്ടും. ദെൻ നെക്സ്റ്റ് ഈസ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, NNP. ഇതുവരെ നമ്മൾ ഡൊമസ്റ്റിക് ടെറിട്ടറിയിലുള്ള പ്രോഡക്ട്സിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. സി, വി ആർ ഗെറ്റിംഗ് ഇൻകം ഫ്രം ഔട്ട്സൈഡ് ഓൾസോ, ഫ്രം അതർ കൺട്രീസ് ഓൾസോ, ഇൻ ദി ഫോം ഓഫ് റെൻറ്റ്, ഇൻട്രസ്റ്റ്, വേജസ് ആൻഡ് പ്രോഫിറ്റ്. ഇപ്പം നമ്മൾ ഒരു ഇന്ത്യക്കാരനായ ഒരാൾക്ക് പുറത്തൊരു രാജ്യത്തൊരു ബിൽഡിംഗ് ഉണ്ട്. സോ ഇപ്പം അയാൾ അത് റെൻറ്റിന് കൊടുത്താൽ എവറി മന്ത് റെൻറ്റ് വിൽ കം ടു ഇന്ത്യ. ദാറ്റ്സ് എ ഫാക്ടർ പേയ്മെൻറ്റ്. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യണം. ഇനി നമ്മൾ പുറത്തുള്ളവർക്ക് കടം കൊടുത്താൽ അവർ നമ്മൾക്ക് ഇൻട്രസ്റ്റ് തരും, അത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് കിട്ടുന്ന റെൻറ്റ്, ഇൻട്രസ്റ്റ്, വേജസ് ആൻഡ് പ്രോഫിറ്റ്, ഇതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തുനിന്ന് കിട്ടുന്ന ഇൻകം കൂടെ ആഡ് ചെയ്യുന്നു. നമ്മൾ വെറുതെ അങ്ങനെ പറഞ്ഞാൽ പോരാ. സി, every year we are getting factor incomes from abroad and we make factor payments to abroad. അതായത് പുറത്തുനിന്ന് നമുക്ക് ഇൻകം കിട്ടുന്നത് പോലെ നമ്മൾ പുറത്തുള്ളവർക്കും അങ്ങോട്ടും കൊടുക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതിന് വിളിക്കുന്ന പേരാണ് NFIA എന്ന്. NFIA മീൻസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. So in simple words we can say it is the difference between the factor incomes received from abroad and factor payments made to abroad. നമുക്ക് പുറത്തുനിന്ന് കിട്ടിയ ഫാക്ടർ ഇൻകവും നമ്മൾ പുറത്തേക്ക് കൊടുത്ത ഫാക്ടർ ഇൻകവും, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. സോ ടു ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, when you add this net factor income from abroad, we are getting national product. അപ്പോൾ എവിടെ നിന്നും ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? NFIA ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം നിങ്ങളോട് പറയുന്നു GDP തന്നിട്ടുണ്ട്. GDP തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നു GNP കണ്ടുപിടിക്കാൻ പറയുന്നു. ഇപ്പം ഞാൻ ഇവിടെ GNPയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എങ്കിലും നിങ്ങൾക്ക് GNP കണ്ടുപിടിച്ചാൽ മതിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? GDPയുടെ കൂടെ, അവിടെ ഡൊമസ്റ്റിക് ആണ്, അതിനെ നാഷണൽ ആക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ GDPയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ആഡ് NFIA. GDP പ്ലസ് NFIA എടുത്താൽ GNP ആവും. NDP പ്ലസ് NFIA എടുത്താൽ NNP ആവും. അപ്പോൾ എന്തിൻ്റെ കൂടെയാണെങ്കിലും NFIA ആഡ് ചെയ്താൽ അത് നാഷണൽ പ്രോഡക്റ്റ് ആയിട്ട് മാറും. സോ വി ഹാവ് എസ്റ്റിമേറ്റഡ് NNP, MP. Then next is NNPFC, that is net national product at factor cost. ഇതുവരെ നമ്മൾ മാർക്കറ്റ് പ്രൈസിലുള്ള വാല്യൂ ആണ് എടുത്തിരുന്നത്. ഇനി അതിനെ ഫാക്ടർ കോസ്റ്റിലുള്ള വാല്യൂവിലേക്ക് മാറ്റണം. ഈ ഫാക്ടർ കോസ്റ്റിലുള്ള വാല്യൂ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആക്ച്വലായിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റാണ്. ഈ മാർക്കറ്റ് പ്രൈസിലുള്ള വാല്യൂവിനകത്ത് ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ടാക്സ് as well as സബ്സിഡി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും മാർക്കറ്റ് പ്രൈസിൽ. അപ്പോൾ ടാക്സിൻ്റെയും സബ്സിഡിയുടെയും ഇഫക്റ്റ് നമ്മൾ ഇല്ലാതാക്കണം. അപ്പോൾ നമുക്ക് ഫാക്ടർ കോസ്റ്റിലുള്ള വാല്യൂ കിട്ടും. ഫോർ ദാറ്റ് വി ആർ യൂസിങ് എ സിമ്പിൾ ഫോർമുല. NNPFC is equal to NNPMP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇനി എന്താണ് ഈ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്? ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. ഇപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് സബ്സിഡി മൈനസ് ചെയ്താൽ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കിട്ടും. ആ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മാർക്കറ്റ് പ്രൈസിൽ തന്നിരിക്കുന്ന ഒരു വാല്യൂവിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്താൽ അത് ഫാക്ടർ കോസ്റ്റിലുള്ള വാല്യൂ ആയിട്ട് മാറും. സോ ദിസ് ഈസ് NNPFC.
ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, NNP-FC ഈസ് ദി നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? NNP-FC. NNP-FC ഈസ് ദി നാഷണൽ ഇൻകം. ഇനി നമ്മൾ നേരത്തെ GDP-MB എന്ന് പറഞ്ഞു. GDP-FCയും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. GDP-MB മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പം നമ്മളിവിടെ പറയാത്ത കാര്യങ്ങളും വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. ബട്ട് ഇഫ് യു നോ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ആൻഡ് നെറ്റ്, ഡൊമസ്റ്റിക് ആൻഡ് നാഷണൽ, മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഫാക്ടർ കോസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഏത് രീതിയിൽ പ്രോബ്ലംസ് തന്നാലും നമുക്കതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ പ്രോബ്ലംസ് പല രീതിയിൽ ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഈ 3 കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. ഗ്രോസും നെറ്റും, ഡൊമസ്റ്റിക്കും നാഷണലും, മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും. Then next is gross national product. Gross national product is the money value of all final goods and services produced in a country including net factor income from abroad. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? GDP-യുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂടെ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എന്ത് കിട്ടും? GNP കിട്ടും. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ NNP-FC തന്നിട്ട് അതിൽ നിന്ന് GDP-MB കണ്ടുപിടിക്കാൻ പറയാം. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പം എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്തിട്ട് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. ഫ്രം ദി ഡേറ്റ ഗിവൺ ബിലോ എസ്റ്റിമേറ്റ് GNP-MB, GNP-FC, NNP-MB ആൻഡ് നാഷണൽ ഇൻകം. അപ്പോൾ ഇവിടെ GDP-MB തന്നിട്ടുണ്ട്, NFIA തന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് തന്നിട്ടുണ്ട്, സബ്സിഡി തന്നിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? GNP-MB. അപ്പോൾ GDP-MB നമുക്കറിയാം. GDP-MB ഈസ് ഈക്വൽ ടു 5,000. അതിൽ നിന്ന് നമുക്ക് GNP-MB കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? GDP തന്നിട്ട് GNP കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ NFIA ആഡ് ചെയ്യണം. സോ GNP-MB ഈസ് ഈക്വൽ ടു GDP-MB പ്ലസ് NFIA. ഈ NFIA ആഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5,000 പ്ലസ് NFIA എത്രയാണ്? -50 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4,950. അപ്പോൾ നമുക്ക് ആൻസർ GNP-MB എന്നുള്ളത് 4,950 ആയിട്ട് കിട്ടും. ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് GNP-FC ആണ്. GNP-FC ഈസ് ഈക്വൽ ടു GNP-MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ മതി. സോ GNP-MBയിൽ നിന്ന് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ GNP-MB ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 4,950 മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡിയാണ്. സോ 70 മൈനസ് 20. So that is equal to 4,950 minus 50. So you will get 4,900. അപ്പോൾ നമുക്ക് GNP-FCയും കിട്ടി. ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് NNP-MB ആണ്. അപ്പോൾ NNP-MB കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കിവിടെ ഓൾറെഡി GNP-MB നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ GNP-MB മൈനസ് ഡിപ്രീസിയേഷൻ എടുത്താൽ എന്തായിട്ട് മാറും? അത് NNP-MB ആവും. സോ NNP-MB is equal to GNP-MB minus depreciation. GNP-MB minus depreciation.
സോ ദാറ്റ് ഈസ് ഈക്വൽ ടു GNP നമ്മൾ കണ്ടുപിടിച്ചത് 4950 ആണ്. ദാറ്റ് മൈനസ് ഡിപ്രീസിയേഷൻ 30 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4920 എന്ന് കിട്ടും. സോ ദിസ് ഈസ് NNP-MB. ഇനി അവസാനമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനാണ്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നമുക്കറിയാം, ദാറ്റ് ഈസ് NNP-FC ആണ്. NNP-FC ഈസ് ഈക്വൽ ടു NNP-MP മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് NIT. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമുക്ക് NNP-MB നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 4920 മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് 50 ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ഇറ്റ് ഈസ് 50. സോ മൈനസ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 4870 എന്ന് കിട്ടും. സോ ദിസ് ഈസ് നാഷണൽ ഇൻകം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ പ്രോബ്ലംസ് ചോദിച്ചാൽ നമുക്ക് ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ ആ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വെക്കണം എന്ന് മാത്രം. ഇനിയും നാഷണൽ ഇൻകത്തിലെ മറ്റൊരു കൺസെപ്റ്റാണ് പ്രൈവറ്റ് ഇൻകം എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഇൻകം റെഫേഴ്സ് ടു ഇൻകം ഓഫ് നോൺ ഗവൺമെൻറ്റൽ എൻറ്റിറ്റീസ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അല്ലാതെ മറ്റുള്ള എല്ലാവരുടെയും കൂടെ ഉള്ള ഇൻകമാണ് പ്രൈവറ്റ് ഇൻകം എന്ന് പറയുന്നത്. സോ പ്രൈവറ്റ് ഇൻകം ഈസ് ഈക്വൽ ടു NNP-FC എന്ന് പറയുന്നത് നാഷണൽ ഇൻകം മൈനസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അക്രൂയിങ് ടു ദി ഗവൺമെൻറ് സെക്ടർ എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദി ഇൻകം ഓഫ് ദി ഗവൺമെൻറ് സെക്ടർ. ഗവൺമെൻറ് സെക്ടറിൻ്റെ ഇൻകം മൈനസ് ചെയ്യുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഈ GDP എസ്റ്റിമേഷനിൽ നമ്മൾ, അല്ലെങ്കിൽ നാഷണൽ ഇൻകം എസ്റ്റിമേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യാത്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ്, മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബോറോയിങ്ങിന് ഗവൺമെൻറ് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങൾ നാഷണൽ ഇൻകത്തിൽ ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഇത് രണ്ടും പ്രൈവറ്റ് ഇൻകത്തിൻ്റെ ഭാഗമാണ്. സോ വി ഹാവ് ടു ആഡ് ദീസ് ടു പ്രൈവറ്റ് ഇൻകം, ടു ഈ നമുക്ക് കിട്ടുന്ന പിന്നെ, അല്ലെങ്കിൽ ഇത് രണ്ടും പ്രൈവറ്റ് ഇൻകത്തിൻ്റെ ഭാഗമാണ്, നാഷണൽ ഇൻകത്തിൻ്റെ ഭാഗമല്ല. അപ്പം നാഷണൽ ഇൻകത്തിൽ നിന്ന് വി ഹാവ് ടു ഡിഡക്റ്റ് ഇൻകം ഓഫ് ദി ഗവൺമെൻറ് സെക്ടർ ഓർ പബ്ലിക് സെക്ടർ, അത് മൈനസ് ചെയ്യുക. ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സും പബ്ലിക് ഡെപ്റ്റ് ഇൻട്രസ്റ്റും ഗവൺമെൻറ്റിൻ്റെ ബോറോയിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് ഇത് രണ്ടും ആഡ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രൈവറ്റ് ഇൻകം കിട്ടും. ദെൻ നെക്സ്റ്റ് ഈസ് പേഴ്സണൽ ഇൻകം. It is the income of the household sector from all sources before paying direct taxes in a financial year. അപ്പോൾ ഹൗസ് സെക്ടറിന് ടാക്സ് പേ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് എല്ലാ സോഴ്സിൽ നിന്നും കൂടെ കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ ടാക്സ് കൊടുക്കുന്നതിന് മുമ്പുള്ള ഹൗസ് ഹോൾഡ് സെക്ടറിൻ്റെ ഇൻകം, ദാറ്റ് ഈസ് പേഴ്സണൽ ഇൻകം. ഇനി പേഴ്സണൽ ഇൻകം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പേഴ്സണൽ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം മൈനസ്, നാഷണൽ ഇൻകത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ മൈനസ് ചെയ്യണം. ഒന്ന് കോർപ്പറേറ്റ് ടാക്സ്, മറ്റൊന്ന് അൺഡിസ്ട്രിബ്യൂട്ടഡ് കോർപ്പറേറ്റ് പ്രോഫിറ്റ്, മൂന്ന് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ്. കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഈ കമ്പനികളുടെ പ്രോഫിറ്റിന് മേൽ ഇമ്പോസ് ചെയ്യുന്ന ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. സോ ഫോർ എവറി കമ്പനീസ് വെൻ ദേ മേക്ക് എ പ്രോഫിറ്റ്, around 25% of their profit is going to the government in the form of corporate tax. അപ്പോൾ അത് ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. കോർപ്പറേറ്റ് ടാക്സ് ഡൊമസ്റ്റിക് സെക്ടറിന് കിട്ടുന്നില്ല, ഹൗസ് ഹോൾഡ്സിന് കിട്ടുന്നില്ല. അതുകൊണ്ട് ആ കോർപ്പറേറ്റ് ടാക്സ് മൈനസ് ചെയ്യണം. അതുപോലെ അൺഡിസ്ട്രിബ്യൂട്ടഡ് കോർപ്പറേറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ് ദേ കീപ്പ് എ പാർട്ട് ഓഫ് ദെയർ പ്രോഫിറ്റ് ആസ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. അവർ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആയിട്ട് ഒരു ഭാഗം സൂക്ഷിക്കും. അതാണ് അതായത് ഈ സാധാരണഗതിയിൽ പ്രോഫിറ്റ് കിട്ടിയാൽ അവരെന്ത് ചെയ്യും? ദാറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ബട്ട്
a part of the profit is kept as undistributed. അവർക്ക് എന്തെങ്കിലും ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന എക്സ്പെൻസ് മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്യൂച്ചർ എക്സ്പാൻഷനും ഒക്കെ വേണ്ടി അവരൊരു പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം മാറ്റി വയ്ക്കുന്നു. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലേ അത് ഹൗസ് ഹോൾഡ് സെക്ടറിന് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ നാഷണൽ ഇൻകത്തിൽ നിന്നും മൈനസ് ചെയ്യണം. പിന്നെയുള്ളത് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ്. ഈ പല കോർപ്പറേറ്റ് എൻ്റർപ്രൈസസും അവരുടെ എംപ്ലോയീസിന് വേണ്ടി ഈ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിന് വേണ്ടി അവർ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ്, അതിനുവേണ്ടി അവരൊരു ഭാഗം മാറ്റിവെക്കുന്നു. അപ്പോൾ ഇതും ഹൗസ് ഹോൾഡ് സെക്ടറിന് ഡയറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ മൈനസ് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ 2 കാര്യങ്ങൾ ആഡ് ചെയ്യുകയും വേണം. ദാറ്റ് ഈസ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ പബ്ലിക് ഡെപ്റ്റ്. ഇത് രണ്ടും ആഡ് ചെയ്യുന്നു. The next is personal disposable income. Personal disposable income എന്ന് പറഞ്ഞാൽ it is defined as the part of personal income left for consumption and saving after the payment of tax. അപ്പം നമുക്ക് ഹൗസ് ഹോൾഡ്സിന് കിട്ടിയ ഇൻകത്തിൽ നിന്ന് നമ്മൾ ടാക്സ് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻകമാണ് നമ്മുടെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. സോ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം ഈസ് ഈക്വൽ ടു പേഴ്സണൽ ഇൻകം മൈനസ് ഡയറക്റ്റ് ടാക്സസ്. നമ്മൾ കൊടുക്കുന്ന ഇൻകം ടാക്സ് അത് മൈനസ് ചെയ്യുക പേഴ്സണൽ ഇൻകത്തിൽ നിന്ന്. അപ്പോൾ കിട്ടുന്നതാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. അത്രയേ നമുക്ക് ചിലവാക്കാനായിട്ട് നമ്മുടെ കൈവശം നമുക്ക് കിട്ടുകയുള്ളൂ, ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള ഇൻകം. ദെൻ അനദർ കൺസെപ്റ്റ് ഈസ് പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം ഇറ്റ് ഈസ് ദി ഇൻകം പെർ ഹെഡ്. അതായത് നമ്മുടെ നാഷണൽ ഇൻകത്തിനെ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകമാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ. സോ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. We have to study a few more things about these concepts. One is the 3 sectors of an economy. Which are the 3 sectors? The 3 sectors are primary, secondary, and tertiary sector. Tertiary. These are the 3 sectors. Primary sector means, or the main activity in the primary sector, they are related to the exploitation of natural resources. അപ്പോൾ പ്രൈമറി സെക്ടറിലെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നാച്ചുറൽ റിസോഴ്സസിൻ്റെ എക്സ്പ്ലോയിറ്റേഷനുമായി ബന്ധപ്പെട്ടാണ്. സോ വാട്ട് ആർ ദോസ് ആക്ടിവിറ്റീസ്? അഗ്രികൾച്ചർ, മൈനിങ് ആൻഡ് ക്വാറിയിങ്, ദെൻ ആനിമൽ ഹസ്ബൻഡറി, പൗൾട്രി ഫാമിംഗ്, ദെൻ ഫോറസ്ട്രി, ഫിഷിംഗ്. ഇതെല്ലാം പ്രൈമറി സെക്ടറിൻ്റെ കീഴിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ്. ഇനി സെക്കൻഡറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് സെക്ടറാണ്. മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള മാനുഫാക്ചറിങ് ഉണ്ടാകാം. രജിസ്റ്റേർഡ് മാനുഫാക്ചറിങ് ആൻഡ് അൺരജിസ്റ്റേർഡ് മാനുഫാക്ചറിങ്. ഇപ്പോൾ നമ്മൾ കുടിൽ വ്യവസായം എന്നൊക്കെ പറയുന്നത് ചിലതിനൊന്നും അങ്ങനെ രജിസ്ട്രേഷൻ ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ സംടൈംസ് സം പീപ്പിൾ they will produce something at their own home and sell. അതൊക്കെ അൺരജിസ്റ്റേർഡ് മാനുഫാക്ചറിങ് ആണ്. ദെൻ ടെർഷറി സെക്ടർ, ദാറ്റ് ഈസ് ദി സർവീസ് സെക്ടർ. ഈ വാട്ട് ആർ ദി വേരിയസ് സർവീസസ്? സർവീസ് പല ടൈപ്പ് സർവീസസ് ഉണ്ട്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. ഇതെല്ലാം പല ടൈപ്പ് സർവീസസ് ആണ്. Usually, when an economy develops, in the first stage, primary sector will be contributing more towards national income. When it becomes more developed, the secondary sector will contribute more towards national income. And when the economy becomes well developed or well advanced, then the tertiary sector will contribute more towards the national income. But in India's economy is not well developed, or it is not an advanced country, but still in India
the tertiary sector is contributing more towards the national income of India. Around 60% of our national income is coming from the tertiary sector. അപ്പോൾ അത് ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ അത്രയും ഡെവലപ്ഡ് ഒന്നും അല്ല എങ്കിലും ടേർഷറി സെക്ടറാണ് ഇന്ത്യയിൽ, അല്ലെങ്കിൽ സർവീസ് സെക്ടറാണ് ഇന്ത്യയിൽ നാഷണൽ ഇൻകത്തിൻ്റെ ഭൂരിഭാഗവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടേർഷറി സെക്ടറാണ്. So in this class we have studied the various concepts in national income, and for the time being we are stopping here. There is one more part in this in the topic national income, that is measurement of national income, that we will study in the next class.